ഹായ് ഓൾ. ഇപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി പവർ ഫാക്ടർ, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി വരുന്നത് 3 ഫേസ് സർക്യൂട്ട്സ് അതുപോലെ റെസൊണൻസ്, ഈ രണ്ട് പോർഷൻസ് കൂടിയാണ് നമ്മുടെ ഫോർത്ത് മൊഡ്യൂളിൽ ഇനി ഉള്ളത്. അപ്പോൾ അതിൽ 3 ഫേസ് സർക്യൂട്ട്സ്, വാട്ട്സ് 3 ഫേസ് സർക്യൂട്ട്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചാണ്. ബാലൻസ്ഡ് ആൻഡ് അൺബാലൻസ്ഡ് സർക്യൂട്ട്സ് ഉണ്ട്, സ്റ്റാർ ഡെൽറ്റ സർക്യൂട്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും 3 ഫേസ് സർക്യൂട്ട്സിൻ്റെ ബേസിക്കും 3 ഫേസ് സർക്യൂട്ട്സിൻ്റെ പ്രോബ്ലംസും, ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവറൊക്കെ കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസാണ് നിങ്ങൾക്ക് ഇനി വേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഫേസ് സർക്യൂട്ട്സ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് 3 ഫേസ് സർക്യൂട്ട്സ്? നമ്മൾ ഫിഗർ കാണുന്നുണ്ടാവും. നമ്മൾ സിംഗിൾ ഫേസ് സർക്യൂട്ട്സ് പറഞ്ഞ സമയത്ത് ഒരു നോർത്ത് പോള്, ഒരു സൗത്ത് പോൾ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കണ്ടക്ടർ, ഇതിപ്പോൾ ആർ ഫേസിൻ്റെ ഒരു കണ്ടക്ടർ ആണെങ്കിൽ ഒരു കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇതിലുള്ള ഈ നോർത്തിനും സൗത്തിൻ്റെ ഇടയിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫ്ലക്സിനെ ഈ ഒരു കണ്ടക്ടർ ലിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോഴാണ് നമുക്കൊരു സൈൻ വേവ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ആർ ഫേസിന് പകരം ഒരു വൈ ഫേസും ഒരു ബി ഫേസും ഇതുപോലെ കണക്ട് ചെയ്തിട്ട് നമ്മളൊരു നോർത്ത് സൗത്ത് മാഗ്നറ്റ്സിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 സൈൻ വേവ് കിട്ടും. സൈൻ വേവ് 1, സൈൻ വേവ് 2, സൈൻ വേവ് 3. അപ്പോൾ ഇങ്ങനെ ഈ 3 സൈൻ വേവിനെ നമ്മൾ പറയുന്നതാണ് 3 ഫേസ്. ഓക്കെ, ഇനി അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, 3 വേവ്സും തമ്മിൽ ഇപ്പോൾ ആർ ഫേസ് നമ്മൾ റെഫറൻസ് ആയി എടുത്തു കഴിഞ്ഞാൽ ആർ ഫേസ് നമ്മൾ റെഫറൻസ് ആയി വരക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ആർ ഫേസ് വരക്കും. ഇനി ബി ഫേസ് അല്ലെങ്കിൽ വൈ ഫേസ് എന്തോ ആയിക്കോട്ടെ, അടുത്ത ഫേസ് വരക്കുമ്പോൾ ഒരു 120 ഫേസ് ഷിഫ്റ്റ്, അതായത് ആർ ഫേസ് 0-ലാണുള്ളതെങ്കിൽ, അതായത് 0 ആണെങ്കിൽ അടുത്തതൊരു 120 ഫേസ് ഷിഫ്റ്റിലാണ് അടുത്ത വേവ് ഫോം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഇവിടെ നിന്നാണ് ബി ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ബി ഫേസ് ഇപ്പോൾ ഈ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നോക്കുക, 120 ഫേസ് ഷിഫ്റ്റ്. ഇനി ഇതിനോടും വീണ്ടും 120, അതായത് ടോട്ടൽ 240-ലാണ് അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 240 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 240 ഒരു സൈക്കിൾ 180 അല്ലേ, ഇപ്പോൾ 240 മൈനസ് 180 എത്രയാണ്? 60. അപ്പോൾ ഇവിടെയുള്ള ഒരു 60-ലേക്ക് കൂടെ ഇങ്ങനെ വന്ന് ഇവിടെ കയറും. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഇവിടെയാണ്. അതുപോലെ ആർ ഫേസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് 0-ലാണ്, ബി ഫേസിൻ്റെ സ്റ്റാർട്ടിങ് 120 ഫേസ് ഷിഫ്റ്റിലാണ്. അപ്പോൾ ഇതാണ് ഒരു 3 ഫേസ്. അപ്പോൾ ഒരു 3 ഫേസ് വേവ് ഫോം വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആർ ഫേസ് 0-ലും സ്റ്റാർട്ട് ചെയ്യുക, ബി ഫേസ് അല്ലെ വൈയോ ബിയോ ഏതോ ഒന്ന് 120-ൽ സ്റ്റാർട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്ത ഫേസ് 240-ൽ സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അത് തിരിച്ച് ഈ ആക്സിസിലേക്ക് ടച്ച് ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസ് ഓഫ് 3 ഫേസ്. ഇപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ആർ ഫേസ് ജനറേറ്റ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് ER എന്ന് പറയുന്നത് EM സൈൻ തീറ്റ. അതായത് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സൈൻ വേവ് ആണ്, അതുകൊണ്ടാണ് അതിന് EM, അതിൻ്റെ മാക്സിമം മാഗ്നിറ്റ്യൂഡാണ് EM. അതുകൊണ്ട് EM സൈൻ തീറ്റയാണ് ആർ ഫേസ്. ഇനി വൈ ഫേസ് ആർ ഫേസും തമ്മിലൊരു 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. അതുകൊണ്ട് EY ഇസ് ഈക്വൽ ടു EM സൈൻ തീറ്റ മൈനസ് 120, തീറ്റ മൈനസ് 120. അതായത് നമ്മുടെ ആർ ഫേസും വൈ ഫേസും തമ്മിൽ 120 ഫേസ് ഷിഫ്റ്റ് ഉണ്ട്. ഇനി നോക്കാം ബി ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതായത് ബി ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റ്, അത് നോക്കാം. ഇതിപ്പോൾ ആർ ഫേസാണ്, വൈ ഫേസാണ്, ബി ഫേസാണ് അല്ലേ. അപ്പോൾ ആറ് 120 കഴിഞ്ഞിട്ടാണ് ബി ഫേസ്, അതിന്ന് 120 കഴിഞ്ഞിട്ടാണ് ആർ വൈ ബി എന്നാണ് ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആർ ഫേസ് കഴിഞ്ഞ് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വൈ ഫേസ്, വീണ്ടും 120 കഴിഞ്ഞിട്ടാണ് ബിന്ന് തിരിച്ചിങ്ങോട്ടും 120, കാരണം ടോട്ടൽ 360 ആയതുകൊണ്ട്. അപ്പം ഈ ബി ഈസ് ഈക്വൽ ടു EM സൈൻ തീറ്റ
മൈനസ് 240 ഡിഗ്രി. അതായത് ആർ ഫേസിൽ നിന്ന് ബി ഫേസിലേക്ക് വരുമ്പോൾ എന്തുണ്ട്? 120 + 120 ടോട്ടൽ 240 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, വരച്ചു ആർ ഫേസ്. അത് കഴിഞ്ഞ് 120 കഴിഞ്ഞ് 120 ഫേസ് ഷിഫ്റ്റിൽ വൈ ഫേസ്, വീണ്ടും 120ലാണ് ബി ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മളൊരു ഫേസർ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഫേസ് ഇ ആർ ഇ വൈ ഇ ബി, ആർ ഫേസും ബി ഫേസും തമ്മിൽ 120 ഡിഗ്രി, വൈയും ബിയും തമ്മിൽ 120 ഡിഗ്രി, ഇനി ബിയും ആറും തമ്മിലും ഒരു 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവും. ഓക്കെ, ഇനി വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് എ 3 ഫേസ് സിസ്റ്റം? അപ്പോൾ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലൊക്കെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നാൽ പോലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇൻ സിംഗിൾ ഫേസ് സിസ്റ്റം ദി ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഈസ് ഫ്ലക്ച്വേറ്റിംഗ് ഇൻ നേച്ചർ. ഹൗവർ ഇൻ എ 3 ഫേസ് സിസ്റ്റം ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ് അറ്റ് ഓൾ ടൈം. അതായത് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. കാരണം നോക്കാം, ഇതാണ് സിംഗിൾ ഫേസിൽ വോൾട്ടേജ് അല്ലേ. ഇനി റെസിസ്റ്റീവ് ലോഡാണ് ഉള്ളതെങ്കിൽ സിംഗിൾ ഫേസിലെ കറണ്ട് എന്തായിരിക്കും? ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പം വോൾട്ടേജ് ഇൻറ്റു കറണ്ടാണ് പവർ. അപ്പം പവറും എന്തായിരിക്കും? ഒരു സൈൻ വേവ് ആയിരിക്കും. അപ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റ്, അപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻറ്റിൽ പവർ എന്താണ്? 0 ആണ്. അപ്പം ടൈമിനനുസരിച്ച് പവർ വേരി ചെയ്യും അല്ലേ. എന്നാൽ 3 ഫേസ് സിസ്റ്റത്തിൽ വോൾട്ടേജ് ഇ ആർ ഇ വൈ ഇ ബൈ ഇങ്ങനെ 3 വോൾട്ടേജസ് ഉണ്ട്. അപ്പം 3 കറണ്ട് ഇതുപോലെ 3 കറണ്ട്സും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഏകദേശം ഇതേ ഷേപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ഓരോ ടൈമിലും ആവറേജ് പവർ എന്ന് പറയുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കില്ല, എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് പവർ കിട്ടും. കാരണം ഒന്നിക്കൽ ആർ ഫേസ് റെഡ്യൂസ് ചെയ്താലും ആ ടൈമിൽ ബി ഫേസ് മാക്സിമം ഉണ്ടാവും അല്ലേ, ആ ഒരു രീതിയിൽ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻ്റ് എന്താണ്? ദ ഔട്ട്പുട്ട് ഓഫ് 3 ഫേസ് സിസ്റ്റം ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എ സിംഗിൾ ഫേസ് സിസ്റ്റം. അപ്പം നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന മോട്ടറൊക്കെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗിൾ ഫേസ് എ സിയാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് കുറച്ച് വലിയ മോട്ടേഴ്സ്, നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന മോട്ടേഴ്സ് 3 ഫേസ് സിസ്റ്റത്തിലാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതായത് ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ആർ ഫേസ് വൈ ഫേസ് ഇത് തമ്മിലുള്ള വോൾട്ടേജ് എത്രയാണ്? 440 വോൾട്ട്, ലൈൻ വോൾട്ടേജ് 440 ഉള്ളത്. എന്നാൽ നമ്മുടെ സിംഗിൾ ഫേസ് സിസ്റ്റത്തിൽ ആർ ഫേസും ആർ വൈ ബി ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ന്യൂട്രും ആർ ഫേസും ന്യൂട്രും തമ്മിലുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. അത് എത്രയായിരിക്കും? 230 വോൾട്ട് ആയിരിക്കും. അപ്പം പവർ കൂടുതലായിരിക്കും ഇതിൽ 3 ഫേസ് സിസ്റ്റത്തിൽ. നെക്സ്റ്റ്, ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് 3 ഫേസ് സിസ്റ്റം ഈസ് ചീപ്പർ ദാൻ ദാറ്റ് ഓഫ് എ സിംഗിൾ ഫേസ് സിസ്റ്റം. അതെന്തുകൊണ്ടാണ്? നമ്മൾ ട്രാൻസ്മിഷൻ ടൈമിൽ ആർ ഫേസ് വൈ ഫേസ് ബി ഫേസ് 3 ഫേസ് മതി, കൂടുതൽ പവർ കൺസംഷൻ, കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ സിംഗിൾ ഫേസിലാണെങ്കിൽ ഒരു ആർ ഫേസിന് ഒരു ന്യൂട്രും വേണം അല്ലേ. അപ്പം 3 ഫേസസിന് പകരം നമ്മൾ 3 സിംഗിൾ ഫേസ് ആയിട്ടാണ് ചെയ്യുന്നത്. ആർ ഇങ്ങനെ വൈ എൻ ഇനി ബി എൻ ഇങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിലോ കണ്ടക്ടേഴ്സ് കൂടുതൽ വേണം. അപ്പോൾ അതാണ് ട്രാൻസ്മിഷൻ എളുപ്പമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ സബ്സ്റ്റേഷനിൽ 11 kV ആണ് നമ്മുടെ ഇടുക്കി സബ്സ്റ്റേഷനിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ 11 kV ഒരു 3 ഫേസ് ആയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു സബ്സ്റ്റേഷനിലേക്ക് വരും. അപ്പോൾ ആ സബ്സ്റ്റേഷനിൽ നിന്ന് എന്ത് ചെയ്യും? അവർ ഡെൽറ്റ ടു ഡെൽറ്റ, അതായത് ഡെൽറ്റ ട്രാൻസ്ഫോമർ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, ഇപ്പോൾ 11 kV നിന്ന് 110 kV ആക്കിയിട്ട് മാറ്റും. 110 kV. അപ്പോൾ ഈ 120 അല്ലെങ്കിൽ 220 ഒക്കെയാണ് നമ്മൾ ട്രാൻസ്മിഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്ത് നമ്മളിങ്ങനെ എത്തി, നമ്മളിപ്പം പയ്യന്നൂർ സബ്സ്റ്റേഷനുണ്ട്, ഇപ്പം കാങ്കോൾ സബ്സ്റ്റേഷനുണ്ട്, എത്രയാണ് 110 kV സബ്സ്റ്റേഷനുണ്ട്. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ 110 kV അവർ 11 kV ആയിട്ട് കുറക്കും. അതും ഡെൽറ്റ ട്രാൻസ്ഫോമേഴ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ 11 kV നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള വലിയ പോസ്റ്റ് അല്ലേ, 3 ലൈൻസായിട്ട് പോകുന്ന വലിയ പോസ്റ്റാണ് ഈ 11 kV. അപ്പോൾ ഈ 11 kV നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ, ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ സ്റ്റാർ ട്രാൻസ്ഫോമറാണ്. അപ്പോൾ ഡെൽറ്റ അതുപോലെ സ്റ്റാർ ഇതാണ്. ഇപ്പോൾ ഡെൽറ്റ കണക്ഷനിൽ ഇപ്പോൾ ആർ ഫേസ് ഇവിടെ കണക്ട് ചെയ്തു, ബി ഫേസ് ഇവിടെ, വൈ ഫേസ് ഇവിടെ, ആർ ഫേസ് വൈ
ബി സ്റ്റാറിൽ. അപ്പോൾ സ്റ്റാറിൽ എന്തുണ്ടാവും? നടുക്കൊരു ന്യൂട്രൽ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കണക്ഷൻ കിട്ടുന്നത് ഈ ഒരു ആർ ഫേസിൽ നിന്നും ഒരു ന്യൂട്രലിൽ നിന്നും ഉള്ള കണക്ഷൻ ആയിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്, സിംഗിൾ ഫേസ് ആണെങ്കിൽ. അതുപോലെ ഒരു വൈ ഫേസ് ഉണ്ടാവും, ആ വൈ ഫേസും ന്യൂട്രലും തമ്മിലുള്ള കണക്ഷൻ വീട്ടിലേക്ക് എടുക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ അല്ല 3 ഫേസ് സിസ്റ്റത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കാരണം പവർ ട്രാൻസ്മിഷൻ എളുപ്പമാണ്. നെക്സ്റ്റ് വരുന്നത് 3 ഫേസ് മോട്ടോഴ്സ് ആർ മോർ എഫിഷ്യൻറ്റ് ആൻഡ് ഹയർ പവർ ഫാക്ടേഴ്സ് ദാൻ സിംഗിൾ ഫേസ് മോട്ടോഴ്സ്. അഡ്വാൻറ്റേജ് ആണ്. 3 ഫേസ് മോട്ടോഴ്സ് ആർ സെൽഫ് സ്റ്റാർട്ടിങ്, വേറെ സിംഗിൾ ഫേസ് മോട്ടോഴ്സ് ആർ നോട്ട് സെൽഫ് സ്റ്റാർട്ടിങ്. 3 ഫേസിൽ എപ്പോഴും സെൽഫ് സ്റ്റാർട്ടിങ് ആയിരിക്കും, സിംഗിൾ ഫേസ് സെൽഫ് സ്റ്റാർട്ടിങ് ആയിരിക്കില്ല. അപ്പോൾ സിംഗിൾ ഫേസ് സെൽഫ് സ്റ്റാർട്ടിങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കപ്പാസിറ്ററൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അഡ്വാൻറ്റേജസ് ഓഫ് 3 ഫേസ് സിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് സം ഡെഫിനിഷൻസ്. എന്താണ് ഫേസ് സീക്വൻസ്, എന്താണ് ഫേസ് വോൾട്ടേജ്, ഫേസ് കറണ്ട്, ലൈൻ വോൾട്ടേജ്, ലൈൻ കറണ്ട് എന്താണ്? അപ്പോൾ ഫേസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ആർ ഫേസ്, അത് കഴിഞ്ഞിട്ട് 120 ഡിഗ്രി കഴിഞ്ഞിട്ടാണ് വൈ ഫേസ്, 120 കഴിഞ്ഞിട്ടാണ് ബി ഫേസ്. അപ്പോൾ ഇതാണ് ഫേസ് സീക്വൻസ്. ദ സീക്വൻസ് ഇൻ വിച്ച് ദ വോൾട്ടേജസ് in the 3 phase reach the maximum positive value is called phase sequence. അപ്പോൾ ഫസ്റ്റ് മാക്സിമത്തിലെത്തിയത് ഏത് ഫേസാണ്? ആർ ഫേസാണ് മാക്സിമത്തിലെത്തിയത്. പിന്നെ വീണ്ടും നെക്സ്റ്റ് മാക്സിമത്തിലെത്തിയത് വൈ ഫേസാണ്, ദെൻ ബി ഫേസ്. അപ്പോൾ ആർ വൈ ബി ആണ് ഇതിൻ്റെ ഫേസ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഏതാണ് മാക്സിമത്തിലെത്തുന്നത് അതിൻ്റെ സീക്വൻസ്. നെക്സ്റ്റ് വരുന്നത് ഫേസ് വോൾട്ടേജ്. ഇപ്പം ഞാൻ പറഞ്ഞു സ്റ്റാർ കണക്ഷനിലാണെങ്കിൽ ഈ ആറും ഇതിൻ്റെ നടുക്കൊരു പോയിൻ്റ് നമ്മൾ എർത്ത് ചെയ്യും, അതാണ് ന്യൂട്രൽ. അപ്പോൾ ഈ ആറും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് ഇതിനെയാണ് ഫേസ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിന്ന് ലോഡ് വഴി ഇത് ലോഡ് ഇവിടെ നീറ്റായിട്ട് എടുക്കാം. ആറിങ്ങനെ വന്നു, ഇവിടെ ഒരു ലോഡ് ന്യൂട്രലിന് കണക്ഷൻ. അപ്പോൾ ഈ ആറിന്ന് വന്നിട്ട് ഈ ലോഡ് വഴി ന്യൂട്രലിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നില്ലേ, ആ ഒരു കറണ്ട് ഫ്ലോ ആണ് ഫേസ് കറണ്ട്. ശ്രദ്ധിക്കുക, ഫേസ് കറണ്ട്. അപ്പോൾ നോക്കാം, ഫേസ് വോൾട്ടേജ്. ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ഈച്ച് വൈൻഡിങ് ഈസ് കോൾഡ് ഫേസ് വോൾട്ടേജ്. ഫേസ് കറണ്ട്, ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് വൈൻഡിങ് ഈസ് കോൾഡ് ഫേസ് കറണ്ട്. ഇനി എന്താ ലൈൻ വോൾട്ടേജ്? ദ വോൾട്ടേജ് അവൈലബിൾ ബിറ്റ്വീൻ എനി പെയർ ഓഫ് ടെർമിനൽസ് ഓർ ലൈൻ ഈസ് കോൾഡ് ലൈൻ വോൾട്ടേജ്. അതായത് ആർ ഫേസിനും വൈ ഫേസിനും ഇടയിലുള്ള വോൾട്ടേജ്, ഇതാണ് വി ലൈൻ. അതായത് ഒരു പെയർ ഓഫ് ഫേസസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ലൈൻ വോൾട്ടേജ്, ദ വോൾട്ടേജ് അവൈലബിൾ ബിറ്റ്വീൻ എനി പെയർ ഓഫ് ടെർമിനൽസ് ഓർ ലൈൻ ഈസ് കോൾഡ് ലൈൻ വോൾട്ടേജ്. അപ്പോൾ ഈ രണ്ട് ഇതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജിനാണ് ലൈൻ വോൾട്ടേജ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ ആറിൻ്റെയും വൈൻ്റെ ഇടയിൽ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആറിന്ന് വൈയിലേക്ക്, അതായത് രണ്ട് ലൈൻസിൻ്റെ ഇടയിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അതിനാണ് ലൈൻ കറണ്ട് എന്ന് പറയുന്നത്. കറണ്ട് ഫ്ലോയിങ് ത്രൂ ഈച്ച് ലൈൻ ഈസ് കോൾഡ് ലൈൻ കറണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വി ലൈൻ എന്ന് പറയുന്നത് 440 വോൾട്ട് ആണെങ്കിൽ അത് ഡിവൈഡ് ബൈ √3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് വോൾട്ടേജ് കിട്ടും. അതായത് 230 വോൾട്ട് കിട്ടും. അതായത് ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി വരുന്നത് സിമ്മട്രിക്കൽ ഓർ ബാലൻസ്ഡ് സിസ്റ്റം. 3 ഫേസ് സിസ്റ്റം പഠിക്കുമ്പം ബാലൻസ്ഡ് അൺബാലൻസ്ഡ് എന്നുള്ള ടേംസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. എ 3 ഫേസ് സിസ്റ്റം ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ് എപ്പോഴാണ്? ഈഫ് രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, വോൾട്ടേജസ് ഇൻ 3 ഫേസസ് ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിഫർ ഇൻ ഫേസ് ഫ്രം വൺ അനദർ ബൈ 120 ഡിഗ്രി. Second, current in the 3 phase are equal in magnitude and different phase from one another by 120 degree. അപ്പോൾ സിമ്മട്രിക്കൽ അല്ലെങ്കിൽ ബാലൻസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇ ആർ എന്നുള്ള വോൾട്ടേജ് 230 ആംഗിൾ 0 ആയിരിക്കണം. ഇ വൈ എന്നുള്ളത് സെയിം മാഗ്നിറ്റ്യൂഡ് 230 തന്നെ ആയിരിക്കണം. ആംഗിൾ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ഉണ്ടാവണം. ഇ ബിയും സെയിം മാഗ്നിറ്റ്യൂഡ്, ആംഗിൾ 240. അപ്പോൾ ഇങ്ങനെ 0, 120, 240 ഇതാണെങ്കിൽ സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഫേസ് ഷിഫ്റ്റ്
ഓരോന്നും തമ്മിലും 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ആണെങ്കിൽ വി ക്യാൻ സേ അവർ 3-phase സിസ്റ്റം ഈസ് സിമ്മട്രിക്കൽ ആൻഡ് ബാലൻസ്ഡ്. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? കറണ്ടും സെയിം തന്നെ. ഇപ്പോൾ 230ക്ക് പകരം 30 ആംപിയറാണ് കറണ്ടെങ്കിൽ 30 ആംഗിൾ 0 ആയിരിക്കണം, 30 ആംഗിൾ 120 ആയിരിക്കണം, 30 ആംഗിൾ 240 ആയിരിക്കണം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് ദ ലോഡ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ് ഇഫ് ലോഡ്സ് കണക്റ്റഡ് അക്രോസ് 3-phase ആർ ഐഡൻറ്റിക്കൽ. ദാറ്റ് ഈസ് ഓൾ ദ ലോഡ്സ് ഹാവ് ദി സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് പവർ. അപ്പോൾ ബാലൻസ്ഡ് ലോഡ് എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഈ 3-phase സിസ്റ്റത്തിന് ഒരു ലോഡ് കണക്ട് ചെയ്യാണ്. ലോഡ് കണക്ട് ചെയ്യുക പറയുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയല്ല ലോഡ്, ഇവിടെ ഒരു ലോഡ്, ഇതിപ്പോൾ ഇങ്ങനെ ലോഡ് കണക്ട് ചെയ്ത് എന്താ അർത്ഥം? 3 ഫേസും തമ്മിൽ ലോഡ് കണക്ട് ചെയ്തുകൊണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഡ് എന്ന് പറയുന്നത് ഏത് രീതിയിൽ വേണം നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ ഒരു ലോഡ്, ഇവിടെ ഒരു ലോഡ്, ഇവിടെ ഒരു ലോഡ്, എന്നിട്ട് ഈ പോയിൻ്റ് ഷോർട്ട് ചെയ്തു. അപ്പോൾ ഈ 3 ലോഡും എന്തായിരിക്കണം? സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. 3 ലോഡും സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം, സെയിം പവർ ഫാക്ടർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിലാണ് എന്താ പറയുന്നത്? ബാലൻസ്ഡ് ലോഡ്. ശ്രദ്ധിക്കുക, ദ ലോഡ് ഈസ് സെറ്റ് ടു ബി ബാലൻസ്ഡ്. അപ്പം ഇഫ് ലോഡ്സ് കണക്റ്റഡ് അക്രോസ് 3-phase ആർ ഐഡൻറ്റിക്കൽ, അതായത് 3 ലോഡും ഐഡൻറ്റിക്കലാണ്. അപ്പോൾ ഇതിപ്പം 2+3j ആണെങ്കിൽ രണ്ടാമത്തതും 2+3j ആയിരിക്കണം, മൂന്നാമത്തതും 2+3j ആയിരിക്കണം. അപ്പോൾ 2+3j എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു കോംപ്ലക്സ് ലോഡാണ്. ഒരു റിയൽ പാർട്ടുണ്ട്, ഒരു ഇമാജിനറി പാർട്ടുണ്ട്. അപ്പോൾ അത് രണ്ട് കേസിന് ഈക്വൽ ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് സം ഡെഫിനിഷൻസിൽ വരുന്നത്. അപ്പോൾ ഈ ഡെഫിനിഷൻസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പ്രോബ്ലം അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റൂ. ഓക്കെ. അപ്പോൾ നമ്മളിപ്പം 17 minutes ആയി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് അടുത്ത വീഡിയോസിൽ ബാക്കി റെക്കോർഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.